ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 7 CBSE. അപ്പോൾ നമ്മൾ MSAT അതുപോലെ തന്നെ STSC ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സയൻസിലെ പാർട്ടായിട്ട് വരുന്ന ഡിഫറെൻറ്റ് ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സിലബസ് ആണ്. STSCക്കും MSATനൊക്കെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സിലബസ് ആണ്. സോ ഈ ഒരു സിലബസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് കലാമിറ്റീസ് ഉണ്ട്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഇൻ ലിവിങ് തിങ്സ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, ലൈറ്റ് പ്രൊപ്പഗേഷൻ, വാട്ടർ, ഓർഗനൈസേഷൻ ഓഫ് ലിവിങ് തിങ്സ്, സർക്കുലേഷൻ, ആസിഡ്, ബേസിസ് ആൻഡ് സോൾട്ട്, ഹീറ്റ്, അഡാപ്റ്റേഷൻ, ഫുഡ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഇലക്ട്രിസിറ്റി ആൻഡ് സൗണ്ട് ആൻഡ് ഇറ്റ്സ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഓഫ് സിലബസ് കവർ ചെയ്യുന്ന പാർട്ടുകളായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു STSC MSAT പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരാൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. സോ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോയി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ്? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്താണ്? ലൈഫിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് സെല്ലാണ്. നമുക്കറിയാം സെല്ല് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുക. ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുക. ഡിഫറെൻറ്റ് ഓർഗൻസ് ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുക. ഓർഗൻ സിസ്റ്റമാണ് ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിലേക്ക് നോക്കുന്ന സമയത്തും സെല്ലുലാർ ലെവലിൽ വരുന്ന ഓർഗാനിസം ഉണ്ട്. ലൈക്ക് നമ്മൾ അമീബ, അതുപോലെ പാരമീസിയം, യൂഗ്ലിന, ഇതൊക്കെ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസമാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഒരു മോർ ദാൻ മില്യൺ അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉള്ള ആളുകളാണ് നമ്മൾ, അല്ലേ? അപ്പം നമുക്ക് എന്താണ്, ട്രില്യൺസ് ഓഫ് സെല്ലുകളുണ്ട്. സോ ആ സെല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. നമ്മുടെ ഫങ്ഷൻസ്, നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് സെല്ലുകളിലൂടെയാണ് നടക്കുന്നത്, അല്ലേ? സോ അതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് സെല്ലിനെയാണ്. സെല്ലിന് എന്തുണ്ടാവും, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. നമ്മളെ കേസിലാണ് ന്യൂക്ലിയസ് ഉണ്ടാവും. ഇനി പ്രോകാരിയോട്ടിൻ്റെ കേസിലാണെങ്കിൽ എന്തുണ്ടാവില്ല, അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓരോ ഓർഗാനിസത്തിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സെൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഈ കാര്യം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ബ്ലഡ് സെൽസ് ആർ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി? ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സിഗ്നിഫിക്കൻറ്റ് പാർട്ടായിട്ട് വരുന്നത് ഏത് സെല്ലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഈ സെല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡിൽ കാണുന്ന ഡിഫറെൻറ്റ് സെല്ലുകൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം മനസ്സിലാവണം. ബ്ലഡിൽ കാണുന്ന 3 ഡിഫറെൻറ്റ് സെല്ലുകളാണ്. ഒന്ന് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫങ്ഷൻ എന്താ? എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ബോഡി പാർട്സിലേക്കും തിരിച്ച് ഹാർട്ടിലേക്കും ഒക്കെ എത്തിക്കുന്ന, അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് ലങ്സിലേക്ക് എത്തിക്കുക, ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്താ, നമ്മുടെ RBC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡിൽ കാണുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ റെഡ് കളർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ RBCക്ക് റെഡ് കളർ വരുന്നതെന്നും കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് ഈ RBC ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്, അല്ലേ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഫംഗ്ഷൻ വരുന്നത്. സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നമുക്ക് പറയാം. ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് ആണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇനി WBC എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഇത് നമ്മളുടെ ബ്ലഡിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഈ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ? സെൽസിൻ്റെ ഫംഗ്ഷൻ ഇമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസ് ആണ് എന്താ, നമ്മുടെ WBC എന്ന് പറയുന്നത്. ഇനി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു സെൽസ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് അടുത്തൊരു സെൽസ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ ബ്ലഡൊക്കെ വൂണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഒരുപാട് ഒഴുകിപ്പോകില്ലേ, അതിനെ ക്ലോട്ട് ചെയ്യണം. അതിനെ ക്ലോട്ട് ചെയ്യാൻ നമ്മുടെ ബ്ലഡിൽ തന്നെയുള്ള ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിൽ കാണുന്ന ക്ലോട്ടിംഗ് ഫാക്ടറാണ് എന്ത്, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് നമ്മളെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ 3 ആൾക്കാരാണ് നമ്മൾ ബ്ലഡിൽ കാണുന്ന സെൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ബ്ലഡ് സെൽസ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേരും അല്ലാതെ വേറെ ഒരാൾ വരുന്നുണ്ട്, ദാറ്റ് ഈസ് പ്ലാസ്മ. ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിൽ സർട്ടൻ പ്രോട്ടീൻസും വാട്ടറും ഒക്കെയാണ് കൂടുതലുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുക. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ 95% വാട്ടറാണ്. പ്ലാസ്മേൻ്റെ കേസിലാണ് പ്ലാസ്മയിൽ 95%
വാട്ടറാണ്. 5% ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് മനസ്സിലാക്കുക. പ്രോട്ടീൻസ് ലൈക്ക് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും കൂടിയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ആണ് പ്ലാസ്മയിൽ കാണാം. അപ്പോൾ ഇതിനൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ട് മനസ്സിലാക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ അതായത് ഈ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഡിഫറെൻറ്റ് സെൽസിനെ കുറിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി എന്തായാലും വരില്ല, അത് ലിക്വിഡ് പാർട്ടാണ്, സെല്ലല്ല. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള വിച്ച് ബ്ലഡ് സെൽസ് ആർ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് വരുന്നത് ഏത് സെല്ലാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇമ്മ്യൂണിറ്റി പവർ ചെയ്യുന്നത് WBC ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈസ് കോൾഡ്. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നമുക്കറിയാം ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ ഇങ്ങനെയുള്ള ആളുകളാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് മെയിലിൽ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു ഫിലമെൻറ്റും അതിന് ഏറ്റവും ടിപ്പിലായിട്ടുള്ള ആന്തർ അല്ലേ, പോളൻ പ്രൊഡ്യൂസിങ് പാർട്ടായിട്ടുള്ള ആന്തറും ഉണ്ടാവും, ഫിലമെൻറ്റും ഉണ്ടാവും. ഇതാണ് നമ്മൾ പ്ലാന്റ്സിൽ കാണുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെ രണ്ടിനും കമ്പൈൻ ചെയ്തിട്ട് ആന്തറും ആ ഫിലമെൻറ്റും ഉള്ള ആ ഒരു ഓർഗനെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. സോ സ്റ്റേമൻ ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം അതിന് ഫിലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആന്തർ ഉണ്ട്. ആന്തറാണ് പോളൻ പ്രൊഡ്യൂസിങ്, അതിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ഇനി പിസ്റ്റില്, ഓവറി, ഒവ്യൂൾ എന്നൊക്കെ പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്ടായിട്ടുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. ഓക്കെ, സോ പിസ്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനാണ് പിസ്റ്റിൽ എന്ന് വിളിക്കുക. അതിനകത്ത് എഗ്ഗ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഏരിയനാണ് നമ്മൾ ഓവറി എന്ന് വിളിക്കുക. ഇനി എഗ്ഗിൻ്റെ അകത്തുള്ള സർട്ടൻ സ്മോൾ ബീഡ്സ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒവ്യൂൾസ് എന്ന് വിളിക്കുക. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ഡൗൺ ചെയ്തേക്കുക. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വൈ ഡു പോളാർ ബിയേഴ്സ് ഹാവ് വൈറ്റ് ഫർ? എന്തുകൊണ്ടാണ് പോളാർ ബിയേഴ്സിന് വൈറ്റ് ഫർ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദെയർ സറൗണ്ടിങ്സ് ആണോ, ടു കീപ് ദം വാം ആണോ, ടു ലുക്ക് ക്യൂട്ട് ആണോ, ടു അട്രാക്ട് പ്രേ ആണോ? അതായത് അവരുടെ പ്രെയിൻ അല്ലേ, അവർ കഴിക്കുന്ന ഓർഗാനിസത്തിന് അട്രാക്ട് ചെയ്യാൻ അവർക്ക് ആ വൈറ്റ് കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് റോങ് ആണ്. അവരെ അട്രാക്റ്റ് ചെയ്യുന്നില്ല, പ്രൈസിനെ അട്രാക്റ്റ് ചെയ്യില്ല. അവർ ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രിഡേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രെയിനെ കണ്ടെത്തുന്നത്. അവർ അട്രാക്റ്റ് ചെയ്തിട്ടല്ല കേട്ടോ. ഇനി ലുക്ക് ക്യൂട്ടായി നിൽക്കാനാണോ വൈറ്റ് കളർ ഉള്ളത്? അല്ല, ക്യൂട്ടായി നിൽക്കാനല്ല വൈറ്റ് കളർ. ടു കീപ് ദം വാം ആണോ? അവരെ ഏറ്റവും ഹീറ്റ്, അതായത് ഒരു പോളാർ ഐസ് റീജിയണിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കോൾഡർ ആയിട്ടുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് അവർക്ക് വാംനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റ് കൊണ്ട് പറ്റുമോ? വൈറ്റ് നമുക്കറിയാം ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറാണ് വൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹീറ്റിനെ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറാണ് വൈറ്റ്. സോ വൈറ്റ് കളറാണ് അവർക്കുള്ളത്. ആ വൈറ്റ് കളർ അവർ ബോഡീനെ വാമാക്കി നിർത്തോ? വാമാക്കി നിർത്തണമെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് ഏതാണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് ഏതാ? ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ വൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കളർ ഏതാ? ഹീറ്റിനെ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കളറ് ബ്ലാക്ക് ആണ്. സോ ബ്ലാക്ക് കളറിലല്ല അവർക്ക് വരേണ്ടത്. അവർ ആ ഒരു വാംനെസ് കീപ്പ് ചെയ്യണമെങ്കിൽ അവർ ബ്ലാക്ക് കളറാണ് വരുന്നത് അല്ലേ. സോ അതല്ല ആൻസർ വരാം. അവർക്ക് വാംനെസ് കീപ്പ് ചെയ്യുന്നത് അവരുടെ ബോഡിക്കകത്തുള്ള സർട്ടൺ ആയിട്ടുള്ള ഫാറ്റ് ലേയേഴ്സ് ഉണ്ട്. അവരുടെ അകത്ത് ഫാറ്റ് ഇൻസുലേഷന് വേണ്ടിയിട്ട് ഫാറ്റിൻ്റെ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അതാണ് അവരെന്ത് ചെയ്യുന്നത്, കീപ്സ് വാം, അവരെ വാം ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവരുടെ സറൗണ്ടിങ് നോക്കാം. ഫുൾ ഐസ് കൊണ്ട് കവേർഡാണ്, അല്ലെങ്കിൽ ഫുൾ സ്നോ കൊണ്ട് കവേർഡാണ്. അപ്പോൾ സ്നോൻ്റെ കളർ നമുക്കറിയാം വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളറിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഇവർക്ക് പ്രെയിനൊക്കെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രെയിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലെൻഡ് ഇൻ വിത്ത് ദ സറൗണ്ടിങ്സ്, അതായത് ആ സറൗണ്ടിങ്സിനായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ്സ് അഡാപ്റ്റേഷൻ അല്ലേ. നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുക. ആ അഡാപ്റ്റേഷൻ്റെ ഒരു പാർട്ടാണ് എന്താ അവർക്ക് വൈറ്റ് ഫർ ഉള്ളത്. സോ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരും കേട്ടോ. വൈറ്റ് ഫർ പോളാർ ബിയേഴ്സിനുള്ളത് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദെയർ സറൗണ്ടിങ്സ് ആണ്, അവരുടെ അഡാപ്റ്റേഷൻ ആണ് കേട്ടോ. ഇറ്റ്സ് എൻ അഡാപ്റ്റേഷൻ. അതായത് നമ്മളെ സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ
ബ്ലെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുക. ഈ കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എക്സസ് ഇൻടേക്ക് ഓഫ് വിച്ച് ന്യൂട്രിയൻ ക്യാൻ ലീഡ് ടു ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എക്സസ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റിനെയാണ് നമ്മൾ ഒബീസിറ്റി എന്ന് പറയാം അല്ലേ. നമ്മൾ തടി കൂടുന്നതിനാണ് നമ്മൾ ഒബീസിറ്റി. ലൈക്ക് നമ്മൾ ബാഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മൾ എക്സസ് അക്യുമുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എക്സസ് എമൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വീതി കാര്യങ്ങളൊക്കെ കൂടും അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്തൊക്കെ കൂടും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഒബീസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഒബീസിറ്റി ഡെഫിനറ്റ്ലി എക്സസ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റിനെ കൊണ്ടാണ് വരുന്നത്. വൈറ്റമിൻസും അതുപോലെ തന്നെ വാട്ടറും കൊണ്ടൊന്നല്ല, അത് എന്താണ്, അല്ലെങ്കിൽ പ്രോട്ടീൻസ് കൊണ്ടൊന്നല്ല, അത് ഒബീസിറ്റി വരുന്നത് ഫാറ്റിൻ്റെ ഓവർ അക്യുമുലേഷൻ കാരണമാണ്. മനസ്സിലാക്കുക. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സീവേജ് ഈസ് മെയിൻലി എ ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിക്സർ ഓഫ് സോളിഡ് ആൻഡ് ഗ്യാസ് പറയുന്നുണ്ട്, ഗ്യാഷ്യസ് വേസ്റ്റ് പറയുന്നുണ്ട്, സോളിഡ് വേസ്റ്റ് പറയുന്നുണ്ട്, ലിക്വിഡ് വേസ്റ്റ് പറയുന്നുണ്ട്. സീവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ സീവേജ് എന്ന് വിളിക്കുക കേട്ടോ. സീവേജ് എന്ന് വിളിക്കുക വേസ്റ്റ് വാട്ടറാണ്. വേസ്റ്റ് വാട്ടർ ഇൻ ദ സെൻസ് എന്താണ്, വാട്ടർ എന്താണ്, ലിക്വിഡ് ആണ്. സോ ലിക്വിഡ് വേസ്റ്റിനെയാണ് നമ്മൾ സീവേജ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ ഈസിലി പറയാൻ പറ്റും ലിക്വിഡ് വേസ്റ്റ് ആണ് സീവേജ് എന്ന് പറയുന്നത്. അതിൽ സർട്ടൺ ആയിട്ടുള്ള സോളിഡ് കമ്പോണൻസും ഉണ്ടാവും. പക്ഷേ മിക്സർ ഓഫ് എ സോളിഡ് ആൻഡ് എ ഗ്യാസ് വരില്ല, അതുപോലെ തന്നെ ഗ്യാഷ്യസ് വേസ്റ്റ് വരില്ല, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റും അല്ല. അത് ലിക്വിഡ് വേസ്റ്റിനെയാണ് നമ്മൾ സീവേജ് എന്ന് വിളിക്കുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നുള്ളത് എ മിക്സർ ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ ഈസ് നോൺ ആസ്. അതായത് ഒരു സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും മിക്സറിനെ നമ്മൾക്ക് എന്ത് വിളിക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ബീക്കർ എടുക്കുന്നു, അതിൽ നമ്മൾ സോൾട്ട് എടുക്കുന്നു, ഷുഗർ എടുക്കുന്നു, ഇതിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും 2 ലെയേഴ്സ് ആയിട്ടാണ് നിൽക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നു, ഇനി താഴെ നിന്ന് ഞാനൊരു സ്പൂൺ എടുക്കുന്നു. ഇതിന് രണ്ടിനും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക, ഒരേ പ്രോപ്പർട്ടി ആയിരിക്കില്ല. ഇനി ഇവരെ മിക്സ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. ഇവരെ നമ്മൾ മിക്സ് ചെയ്താലും സർട്ടൺ ആയിട്ടുള്ള എല്ലാവരും ഒരേപോലെ ഹോമോജീനിയസ് ആയിട്ട് നിൽക്കുമോ, അല്ലെങ്കിൽ എല്ലാവരും ഒരേ പ്രോപ്പർട്ടി എല്ലാ സ്ഥലത്തും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന രീതിയിൽ നിൽക്കാൻ പറ്റുമോ? രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സോൾട്ടും ഷുഗറും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇവിടെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ വേറെ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അലോങ് ദ മിക്സർ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് അവർക്ക് വരുന്നത് അല്ലേ. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി അലോങ് ദ മിക്സർ ആണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് മിക്സർ എന്ന്. അലോങ് ദ മിക്സർ സെയിം പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് വിളിക്കുക. സോ ഹെറ്ററോജീനിയസ് മിക്സർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണെന്താ എ മിക്സർ ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ എന്ന് പറയാം. നമുക്ക് സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും ആ ഒരു മിക്സറിനെ നമുക്ക് ഹെറ്ററോജീനിയസ് മിക്സറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. മിക്സർ ഓഫ് കോമ്പണൻസ് ഒന്നല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇൻഡിക്കേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി. നമുക്ക് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറലി കിട്ടാത്ത, സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത ഇൻഡിക്കേറ്റർ ഏതാണ്, അല്ലെങ്കിൽ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഗുഡ് ഹെൽ, ഇത് ഗുഡ് ഹെൽ എന്നാണ് വായിക്കുക കേട്ടോ. ഗുഡ് ഹെൽ എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിനെ ഹിന്ദിയിൽ പ്രൊണൗൺസ് ചെയ്യുന്ന പേരാണ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഗുഡ് ഹെൽ എന്ന് പറയുന്നത്. സോ ഗുഡ് ഹെൽ എന്താണ്, ഹിബിസ്കസ് ആണ്. ഓക്കെ, ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. സോ ഈ ഒരു ഓപ്ഷൻ എന്തായാലും വരില്ല. ഇത് നമുക്ക് നോക്കാം. ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. സോ ഇതും നമുക്ക് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. ഇനി ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്കൻസിൽ നിന്ന് അല്ലേ. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽഗയും ഫംഗസും തമ്മിലുള്ള റിലേഷൻ, സിംബയോട്ടിക് റിലേഷനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് വിളിക്കുക. ആ ലൈക്കൻസിൽ തന്നെ നമ്മൾ കാണുന്ന, ലൈക്കൻസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പേർപ്പിൾ കളറിലുള്ള ആ ഒരു ലിക്വിഡിനെയാണ് നമ്മൾ ലിറ്റ്മസ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. സോ അതും നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ 3 നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. എന്നാൽ ഫിനോഫ്തലിൻ, അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മീഥൈൽ ഓറഞ്ച്, അതുപോലെ തന്നെ മീഥൈൽ റെഡ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുക. സോ സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞുള്ള ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ് ഒക്കെ വരാം. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് നാച്ചുറലി ഒക്കർ ചെയ്യാത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ഫിൽഡ് ഇൻ ദ ബൾബ് ഓഫ് തെർമോമീറ്റർ. തെർമോമീറ്ററിൻ്റെ ബൾബിനകത്ത്
ഫിൽഡ് ചെയ്തിട്ടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്? ലെഡ് ആണോ, കോപ്പർ ആണോ, സിൽവർ ആണോ, മെർക്കുറി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് മെർക്കുറി എന്ന് പറയുന്നത് നമ്മൾ തെർമോമീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. ഇറ്റ്സ് എ ലിക്വിഡ് മെറ്റൽ. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് മെറ്റലാണ്. അത് നമ്മളെ ഈ ഒരു റൂം ടെമ്പറേച്ചർ കണ്ടീഷനിൽ അത് ലിക്വിഡ് ആയിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, അത് -196 ഒക്കെ ആവുന്ന സമയത്താണ് അതിൻ്റെ സോളിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടാവുക. നമ്മൾ റൂം ടെമ്പറേച്ചറിലൊക്കെ അത് ലിക്വിഡ് മെറ്റൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊരു മെറ്റലാണല്ലോ, മെറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? പല മെറ്റൽസിനും എക്സ്പാൻഷൻ, അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയുള്ള രീതിയിലായിരിക്കും എക്സ്പാൻഡ് ചെയ്യുക. ബട്ട് മെർക്കുറി ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മെർക്കുറിക്ക് വേറൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്, ഈക്വലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എത്രത്തോളം ഹീറ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ തെർമോമെട്രിക് ലിക്വിഡ് എന്നും കൂടി വിളിക്കും കേട്ടോ. ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തെർമോമെട്രിക് ലിക്വിഡ് എന്നും കൂടി എന്ത് വിളിക്കും? നമ്മളെ ഈ ഒരു തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്ന മെർക്കുറിനെ വിളിക്കും. അപ്പോൾ മെർക്കുറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈക്വൽ എക്സ്പാൻഷൻ കാണിക്കാൻ പറ്റും. ഈക്വൽ എക്സ്പാൻഷൻ ഓൺ ഹീറ്റിംഗ്. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വലി അതിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ തെർമോമീറ്ററിൽ എന്ത് ചെയ്യുന്നത്, ലൈക്ക് നമ്മളെ ക്ലിനിക്കൽ ലബോറട്ടറി, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയുള്ള നമ്മളുടെ മിനിമം ആൻഡ് മാക്സിമം തെർമോമീറ്റർ, അങ്ങനെയുള്ള പുറത്തുള്ള നമ്മൾ ഡിഫറെൻ്റ് ആയുള്ള തെർമോമീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത് മെർക്കുറിയാണ്. മെർക്കുറിൻ്റെ ആ ലെവൽ ഡിഫറെൻ്റ് ആയുള്ള സമയത്ത് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയുള്ള ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈക്വൽ എക്സ്പാൻഷൻ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ തെർമോമെട്രിക് ലിക്വിഡ് എന്നും കൂടി വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ലിക്വിഡ് മെറ്റൽ എന്നും കൂടി മനസ്സിലാക്കുക. മെറ്റലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിനുണ്ടാവും. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമ്പിനേഷൻ ഓഫ് 2 or more cell is called. അതായത് ഒന്നിൽ കൂടുതൽ സെല്ലുകൾ, ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കമ്പൈൻ ചെയ്താൽ നമ്മൾ എന്താ വിളിക്കുക? ട്രക്ക് ബാറ്ററി എന്നാണോ, എ ബാറ്ററി എന്നാണോ, എ ബട്ടൺ സെൽ എന്നാണോ, ആൻ ഇലക്ട്രിക് സെല്ലിനാണോ? നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള നമ്മുടെ STSC, MSAT പോലെയുള്ള എക്സാംസിനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ MSAT പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന ടൈപ്പ് ഓഫ് കണ്ടൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.